തേങ്ങ ഒട്ടും അരയ്ക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ഹോട്ടൽ സ്റ്റൈൽ മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. കുമ്പളങ്ങ കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ മോര് കാച്ചിയത് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനൊരു 200 ഗ്രാം കുമ്പളങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കപ്പ് വെള്ളവും കരിവേപ്പിലയും ഇട്ട് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ കറിക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. തേങ്ങ ഒട്ടും ചേർക്കാതെ നമ്മുടെ ഷെഫുള്ള പറഞ്ഞു തന്ന 2-3 ടിപ്പ് ചേർത്താണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുതിർത്ത ഒരു 6-7 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നിറച്ചും കടലപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1-2 ചെറിയ ഉള്ളിയും ഒരു 3 ചെറിയ പച്ചമുളകും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ അരപ്പ് കിട്ടിയേക്കുന്നത്. കുറച്ച് ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് നമ്മുടെ കറി ഒന്ന് തിളയ്ക്കുമ്പോഴേ ചാറ് കുറുകി വരികയുള്ളൂ. ഇനി ഈ അരപ്പ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു 3/4 ഗ്ലാസ് പുളിയില്ലാത്ത കട്ട തൈരാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ തൈര് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ഞാൻ ഈ തൈരൊന്ന് ഉടച്ചെടുത്തത്. ഇപ്പോൾ തൈര് കട്ടകളെല്ലാം ഉടഞ്ഞ് ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ട തൈരായിട്ടാണ് നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ വെന്തോന്നും നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് പകരം നമ്മൾ കടലമാവും കശുവണ്ടിയും അരച്ച് ചേർക്കുന്നത് കൊണ്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ചാറ് നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് അധികം വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കറി കുറുകുന്നതനുസരിച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ കറിയുടെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കറി നന്നായിട്ട് കുറുകി വന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ഇച്ചിരി പോരായികയുണ്ട്. ഞാനിപ്പോൾ ആ ജാറിൽ തന്നെ ഇത്തിരി വെള്ളം കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തേങ്ങയ്ക്ക് 1 കിലോ തേങ്ങയ്ക്ക് 80-90 രൂപ വന്നപ്പോഴല്ലേ നമുക്ക് തേങ്ങ അരച്ച കറിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അപ്പോൾ ഒരു 10 രൂപയുടെ കശുവണ്ടിയും 1 സ്പൂൺ കടലപ്പൊടിയും ഉണ്ടെങ്കിൽ നല്ല രുചിയായിട്ടുള്ള മോര് കാച്ചിയത് കൂട്ടാമെന്ന് നമ്മുടെ ഷെഫുള്ള പറഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം കറി അധികം തിളയ്ക്കേണ്ട, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. തൈര് ചേർക്കുന്ന കറികൾ അധികം തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞു പോകും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതാണെങ്കിലും മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ കറി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ തിളച്ച് തുടങ്ങും. നമ്മൾ ഓരോ വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നല്ല മോര് കാച്ചിയത് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഹോട്ടലിലെ മോര് കാച്ചിയതിൻ്റെ രഹസ്യം. ഇനി നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 3-4 വറ്റൽമുളക്, ഇത്തിരി കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 1 പിഞ്ച് മുളക് പൊടി അതിൽ ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിന് 1 നുള്ളു പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞെടുത്താൽ ആ കുമ്പളങ്ങയിലൊക്കെ ആ പുളിയൊക്കെ കയറി പിടിച്ച് ആ കറിക്ക് നല്ലൊരു സ്വാദും ഒരു മണവും നല്ല രുചിയുമായിരിക്കും അത് കഴിക്കാൻ. ഈ കറിയിൽ തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു 3-4 ദിവസം കേടുകൂടാതെ ഇരിക്കും. നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിച്ച് എടുക്കാതിരുന്നാൽ മതി. അപ്പം നമ്മുടെ നല്ല രുചികരമായ തേങ്ങ അരയ്ക്കാത്ത മോരുകറി ഇവിടെ റെഡി. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. ഒപ്പം ഒരു ലൈക്കും കൂടി തന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.